അപ്പോൾ ഇന്നത്തെയും പോലെ മോർണിംഗ് ഡ്രിങ്കിലാണ് ഇന്നത്തെ ദിവസവും സ്റ്റാർട്ട് ചെയ്തത്. ലെമൺ സ്ക്യൂസ് ചെയ്ത വെള്ളത്തിനകത്ത് ഉപ്പിട്ടാണ് കുടിക്കുന്നത്. ഉപ്പിട്ട് കുടിക്കാനുള്ള കാരണം എനിക്ക് ലോ പ്രഷറുണ്ട്. സോ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴും മെയിൻലി ഞാൻ രാവിലെ ഒന്നും കഴിക്കാതൊക്കെയാണ് പോകുന്നത്. സോ പെട്ടെന്ന് ബോഡി വീക്കാവും. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഒരു ഇലക്ട്രോലൈറ്റ്സ് പോലെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ വർക്കൗട്ടിൻ്റെ സമയത്ത് ഷുഗറിൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പഴവും പിന്നെ വെള്ളവും എടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ജിം ലുക്ക്. അപ്പം ഇന്ന് ഞാൻ ജിമ്മിലോട്ട് പോകുന്ന വഴി റോഡിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു കേട്ടോ, സഹിക്കാൻ വയ്യാത്ത ചൂടായിരുന്നു. എത്രയൊക്കെ ആയാലും ഈ ഒരു ബിൽഡിങ് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. എന്തായാലും എത്താറായി എന്നൊരു സമാധാനം തോന്നും. ഫൈനലി അല്ലേ, ഒരു സന്തോഷമല്ലേ ഇങ്ങനെ ബിൽഡിങ് കാണുമ്പോൾ. നമ്മൾ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന ശ്രദ്ധയിൽ അങ്ങനെ ഒരു കുഴി വീണ് കേട്ടോ. വേണ്ട കാല് സൂക്ഷിച്ചൊന്ന് മടക്കാതെ പോകണമെന്നൊക്കെ പറഞ്ഞ് പോയതാ. വരാനുള്ളത് വഴി തങ്ങത്തില്ല, കണ്ടില്ലേ. പിന്നെ എന്ത് സംഭവിച്ചാലും എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ കാണണമല്ലോ. അപ്പോൾ ഈ പറവകളെയൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ ബിൽഡിംഗ് എത്തി. എനിക്ക് പേടിച്ചാണ് പോകുന്നത്. ഞാൻ ഫ്ലോറിഡാസ് ജിമ്മിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് എൻ്റെ മോട്ടിവേഷൻ കണ്ട സന്തോഷത്തിൽ കയറി അങ്ങനെ 2 മണിക്കൂർ വർക്കൗട്ടും കഴിഞ്ഞു. നല്ല വെയിലാണ്. വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചുട്ടു പൊള്ളുന്ന വെയിൽ. എനിക്കാണെങ്കിൽ പേടിയാ ക്യാമറയെ നോക്കി സംസാരിക്കാൻ. കാരണം എന്തെങ്കിലും തട്ടി വീണാലോ മുമ്പലത്തെ പോലെ. അതുപോലെ തന്നെ ഇന്നാണ് തട്ടി വീണ് അവിടെ തൊലി പോയെന്ന് തോന്നുന്നു. നല്ല നീറ്റലുണ്ടായിരുന്നു. എന്തായാലും പണിയാണ്. വെയിലിൻ്റെ കാഠിന്യം അറിയണമെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നും എടുക്കുന്ന തൊട്ടൊരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു വെച്ചു. വീട്ടിലെത്തിയപ്പം ഏകദേശം ഇതായിരുന്നു സമയം. ഒരു 9:30 ആകാൻ പോകുന്നുണ്ടായിരുന്നു. വയ്യെങ്കിലും ഞാൻ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്തില്ല. ഇതായിരുന്നു എൻ്റെ മുട്ടിൻ്റെ അവസ്ഥ. തൊലി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, സഹിച്ചല്ലേ പറ്റൂ. നല്ലതായിട്ട് വിശന്നു. സോ ബ്രേക്ക്ഫാസ്റ്റ് വന്നതേ തട്ടി. എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യായിരുന്നു. പിന്നെ ഹസ്ബൻഡിനുള്ള ടിഫിനും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. ഞാൻ ചോറ് കഴിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഇതാണ് എടുത്തത്. പിന്നെ ലഞ്ച് എന്ന് പറയുന്നത് കണവ റോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫിഷ് ഫ്രൈയും പിന്നെ ഫിഷ് കറിക്കകത്ത് ഒരു ഫിഷ്. ഞാൻ ഒത്തിരി ഗ്രേവി എടുത്തില്ല കറിയുന്ന. ഇതായിരുന്നു ഇന്ന് ഞാൻ കുടിച്ചത്. വാട്ടർ മെലണും അതേപോലെ തന്നെ നമ്മുടെ മുസമ്പിയും കൂടി ഇട്ടൊരു ജ്യൂസ്. ഇതിനകത്ത് ഞാൻ ഉപ്പ് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലതല്ലേ ക്യാരറ്റ്. അങ്ങനെ വെജിറ്റബിൾ ചെല്ലട്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇത്രയും ഡേറ്റ്സ് കഴിച്ചു. എനിക്കങ്ങ് മധുരം കഴിക്കാനായിട്ട് വയ്യായിരുന്നു. പിന്നെ വിളക്കൊക്കെ കത്തിച്ചു. ഇങ്ങനെ ഇരുന്നു. കുറച്ച് നേരം ഹസ്ബൻഡ് വന്ന് കാര്യമൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഡിന്നർ കഴിച്ചു. പിന്നെ എനിക്ക് കുറേ ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ മൊത്തം തുടച്ച് തൂത്തിട്ടാണ് കിടക്കുന്നത്. കാരണം നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എൻ്റെ സന്തതികൾക്കുള്ള പ്ലാറ്റ്ഫോം റെഡിയാക്കി ഇടണമല്ലോ. അപ്പം കിച്ചണും എല്ലാം ക്ലീൻ ചെയ്യണം. എനിക്കല്ലെങ്കിലും കിച്ചണിൽ പാത്രം ഒന്നും രാത്രി ഇട്ടേക്കുന്ന ഇഷ്ടമല്ല. പിന്നെ കൈത്തട പിടിക്കുന്ന തുണികളും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊണ്ടുപോയി കഴുകിയിടും രാത്രിയിൽ. എൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് ചോദിക്കും സൈക്കോ ആണോ എന്ന് ചോദിക്കും. കാരണം ഈ 12 മണിക്കുമൊക്കെ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യാൻ. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഞാൻ വീടിനകത്തല്ല വെളിയിലാണ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണക്കാനിടുന്നത്. മെഷീനിൽ ഇടത്തില്ല, എനിക്കിഷ്ടമല്ല. കൈത്തഴ പിടിക്കുന്ന സാധനവും ചവിട്ടിയൊക്കെ മെഷീനിൽ ഇടുന്നത് ശരിയല്ലല്ലോ. സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12:30 ആയി കേട്ടോ. ഇതുവരെയായിട്ടും ഈ വീട്ടിലാരും ഉറങ്ങിയിട്ടില്ല. അച്ഛനും മക്കളും റൂമിനകത്തുണ്ട്. ഇനി എന്തായാലും കിടക്കട്ടെ, നാളെ കാണാം.